അതൊന്നും പുറത്ത് വന്നിട്ടില്ല, മനസ്സിലായില്ലേ? അതാണ് യഥാർത്ഥ സംഭവം. അതാണ് ചേട്ടാ. ഈ ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ചേട്ടന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ? ശശി തരൂർ പല കാര്യങ്ങളും തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും വെളിയിൽ വന്നിട്ടില്ല. പിന്നെ ചേട്ടാ, അത് പുള്ളിയുടെ വീട്ടിനകത്താണ് ഇരിക്കുന്നത്. അങ്ങനെയല്ല, അതൊന്നും വെളിയിൽ വന്നിട്ടില്ല. അത് പുള്ളി കുറേ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും വെളിയിൽ വന്നിട്ടില്ല ചേട്ടാ. അപ്പം ശശി തരൂർ ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു വികസനത്തിൻ്റെ പേര്, ഒരു പദ്ധതിയുടെ പേര് ചേട്ടന് പറയാൻ പറ്റുമോ? അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇഷ്ടം പോലെ വികസനങ്ങൾ ശശി തരൂരിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും ഒരെണ്ണം ചേട്ടാ, ഒരു പദ്ധതിയുടെ പേര് ചേട്ടൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അത് എനിക്ക് ഇത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇഷ്ടം പോലെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ശശി തരൂർ ആരാ? ശശി തരൂരിൻ്റെ സ്ഥാനം എന്താ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു